ഇന്ന് നമുക്ക് കുറച്ച് പുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഞാനിപ്പോൾ ഗോതമ്പ് പുട്ടിന് വേണ്ടിയിട്ട് നനച്ചിരിക്കുകയാണ്. കുറച്ചൊന്ന് നനച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കും. അപ്പം നല്ല പൊടിയായിട്ട് അധികം കട്ടയില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് പൊടിക്കകത്തും കുറച്ച് തേങ്ങ മിക്സ് ചെയ്യാറുണ്ട്. എനിക്കാണെങ്കിൽ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അതുപോലെ അരിപ്പുട്ടിൻ്റെ കൂടെ മീൻകറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമേ. സുരേഷനാണ് നേരെ തിരിച്ചാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പുട്ടും കുറച്ച് അരിപ്പുട്ടും ഉണ്ടാക്കാറുണ്ട്. നമുക്കിവിടെ കുറേ വെള്ളം കുടിക്കുന്ന ടൈപ്പിലുള്ളൊരു പുട്ടുപൊടിയാണ് കിട്ടാറുള്ളത്. അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് എടുത്താലും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഞാൻ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാൻ നേരത്ത് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത്. അപ്പോൾ പുട്ട് ഇഷ്ടമുള്ളവർ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ പഴമുണ്ട്, കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. തലേദിവസത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. ആമിക്ക് പിന്നെ പുട്ടൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു, നൂഡിൽസുമാണ്.